എല്ലാവർക്കും വൈഡ്സും ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ന്യൂസുകളാണ്. ഈ ഒരു കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന പ്രധാന ട്രാൻസ്ഫർ റൂമേഴ്സും അതുപോലെ തന്നെ നടന്നിട്ടുള്ള ട്രാൻസ്ഫറുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിലെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളൊക്കെ നെട്ടിച്ച, എസ്പെഷ്യലി ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു കേരളീയൻ എന്ന നിലയിൽ നമ്മളൊക്കെ നെട്ടിച്ചൊരു ന്യൂസായിരുന്നു സാവി ഹെർണാണ്ടസ് ഈ ഒരു AIFന്റെ മുന്നിൽ ഒരു ഓഫർ വെച്ചു. അതായത് ഈ ഒരു കോച്ചാകാൻ ഒരു പ്രപ്പോസൽ മുന്നിൽ വെച്ചു എന്നുള്ളത്. ആ ഒരു ഇമെയിൽ വഴിയാണ് പ്രപ്പോസൽ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മാർക്കസ് മെർഗുലാവൊക്കെ റിപ്പോർട്ട് ചെയ്തു. അന്ന് തന്നെ ഞാനും ഈ ഒരു യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനും പോസ്റ്റ് ഇട്ട് ചെയ്തു. പക്ഷേ അതിനുശേഷം ഇന്നലെയൊക്കെ വരുന്ന ന്യൂസുകൾ എന്ന് പറയുന്നത് ആ ഒരു ഇത് റിപ്പോർട്ട് ഫേക്ക് ആണെന്നുള്ളതാണ്. അതായത് AIFന്റെ ഒരു സ്റ്റാഫായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അംഗമായിരുന്നു ഈ ഒരു മെർഗുലാവൊക്കെ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അത് ഒരു ബേസും ഇല്ലാത്തൊരു ന്യൂസായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഇത്രയും വലിയൊരു ഇത് കൈകാര്യം ചെയ്യുമ്പോൾ, അതായത് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ആ ഒരു ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഫാൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ഫാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഫേക്ക് ഇമെയിൽസ് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. പക്ഷേ ഇവിടെ എന്തും നോക്കിയില്ല, അവർ സാവി ഹെർണാണ്ടസ് എന്നുള്ള പേരിലൊരു മെയിൽ വന്നു. അത് സാവി ആണെന്ന് അവർ തന്നെ കൺഫേം ചെയ്തു. അങ്ങനെ മാർക്കസ് മെർഗുലാവോ ചോദിച്ചപ്പോൾ ഇവരത് കൺഫേം ചെയ്ത് കണ്ട് റിപ്ലൈ കൊടുത്തുകൊണ്ടാണ് നമുക്കിത് സാവി ആണെന്നുള്ള ഇത് വന്നത്. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു സാവി പ്രപ്പോസൽ മുന്നോട്ട് വെച്ചെന്ന് പറയുന്ന ആ ടൈമിൽ തന്നെ ഈ ഒരു സ്പാനിഷ് മീഡിയകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സ്പാനിഷ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ശരി. ആ ഒരു റിപ്പോർട്ട് ഫേക്ക് ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു ന്യൂസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജാവോ ഫെലിക്സ് ആണ്. ചെൽസിക്കും ബാഴ്സലോണക്കും അത്ലറ്റിക്കോ മാഡ്രിഡിനും AC മിലാനും ഒക്കെ കളിച്ച് കാണിക്കുന്ന ഈ ഒരു ജാവോ ഫെലിക്സിൻ്റെ ന്യൂസാണ്. ഇപ്പോൾ നിലവിൽ ചെൽസി താരാണ്. കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു AC മിലാനിൽ ഓൺലൈനിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജാവോ ഫെലിക്സ് ഈ ഒരു സമ്മറിൽ എന്തായാലും ചെൽസി വിടും എന്നുള്ളതാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബെൻഫിക്കയാണ് ഈ ഒരു ജാവോ ഫെലിക്സിന്റെ അടുത്ത ഒരു ക്ലബ്ബ് എന്നുള്ളതായിരുന്നു റൂമർ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം എല്ലാം സെറ്റായിക്കൊണ്ടിരുന്ന ഒരു ട്രാൻസ്ഫർ സാഗയാണ് അത്. പക്ഷേ അവിടെ ഈ ഒരു അൽ നസർ എന്ന് പറയുന്ന സൗദി ക്ലബ്ബ് എൻ്റർ ചെയ്തു. ഇപ്പോൾ ഹൈജാക്കിൻ്റെ ആ ഒരു തുമ്പത്ത് എത്തി നിൽക്കുന്ന ഡീലാണ് ഈ ഒരു ജാവോ ഫെലിക്സിൻ്റെ ഈ ഒരു മൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ജാവോ ഫെലിക്സിന് ഇത്രയും കാലം നമ്മൾ കരുതിയിട്ടുണ്ടായത് ബെൻഫിക്കാണെന്ന്. പക്ഷേ അൽ നസർ അത് ഹൈജാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലാതെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് ഫബ്രിസിയോ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതാണ് ഈ ഒരു ട്രാൻസ്ഫറിൽ എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു ന്യൂസ് അറിയുന്നത് PSG PSG നമുക്കറിയാം. PSG കറന്റ് ഗോൾ കീപ്പർ പറഞ്ഞാൽ ഡൊണാറൂമയാണ്. ഡൊണാറൂമൻ്റെ ഈ ഒരു കോൺട്രാക്ട് അടുത്ത വർഷം 2026 സമ്മറോട് കൂടി അവസാനിക്കുകയാണ്. ഈ ഒരു കോൺട്രാക്ട് പുതുക്കാൻ ഡൊണാറൂമക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു PSG ഈ ഒരു സീസൺ തന്നെ അതിന് അഡ്വാൻസ് എങ്ങാണ്ട് ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യാണ്. ഡൊണാറൂമിനെ റിപ്ലേസ് ചെയ്യാൻ PSG കൺസിഡർ ചെയ്യണ എന്ന് പറയുന്നത് ഈ ഒരു ഓൾറെഡി ഈ പ്ലെയറിനായിട്ടുള്ള ഇത് കോൺട്രാക്ട് പ്രപ്പോസലൊക്കെ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് വരുന്നത്. അപ്പം ഈ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ലില്ലൻ്റെ പ്ലെയർ ആയിട്ടുള്ള ലുക്കാസ് ചെവിലിയർ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറാണ് ഈ ഒരു PSG കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഡൊണാറൂമ എന്തായാലും ഒരു എനിക്കൊണ്ട് അടുത്ത സമ്മറോട് കൂടി ഫ്രീ ഏജന്റ് ആയി പോണെക്കാട്ടിൽ വെച്ച് ചിലപ്പോൾ ഈ ഒരു സമ്മറിൽ ഒരു മൂവ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു PSG ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലിവർപൂൾക്കൊന്ന് പോയേക്കാം. ലിവർപൂളിൽ നമ്മൾ ഇന്നലെ AC മിലാൻ vs ലിവർപൂൾ മത്സരം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട്ലി മത്സരം ചൈനയിലോ ഹോങ്കോങ്ങിലോ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കളിയിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലിവർപൂളിന്റെ ആ ഒരു ജേഴ്സിമല്ല ഇവിടെ ഒരു 20 എഴുതിക്കാണ്ട് ഹോട്ടനെ റിമെമ്പർ ചെയ്യണത്. ആ ഒരു സംഭവം ഇനി ഈ ഒരു സീസണിലും ഉടനീളം, അതായത് പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ ലിവർപൂൾ കളിക്കുമ്പോഴും ആ ഒരു സംഭവം അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. അത് ഞാൻ കണ്ടപ്പോൾ തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അതിനുശേഷം അത് ഒഫീഷ്യലായി വന്നു. അങ്ങനെ ഒരു ട്രിബ്യൂട്ട് ഈ ഒരു ഹോട്ടക്ക് കൊടുക്കാൻ ലിവർപൂൾ തയ്യാറെടുക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇന്നലെ ലിവർപൂളിന്റെ സ്ക്വാഡിലേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, അവിടെ ഉണ്ടായിരുന്ന 2 പ്ലേയേഴ്സ്, അതായത് ലൂയിസ് ഡിയാസും ഡാർവിൻ ന്യൂനസൊന്നും ആ ഒരു ഈ ഒരു ട്രിപ്പിൽ, അല്ലാന്നുണ്ടെങ്കിൽ ചൈനയ്ക്കുള്ള ആ ഒരു ഫ്രണ്ട്ലി മത്സരത്തിലുള്ള സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടില്ല. കാരണം അവർ ഏകദേശമൊക്കെ ഈ ഒരു ക്ലബ്ബ് ലീവ് ചെയ്യുന്നില്ല ഉറപ്പാണ്. അപ്പം ഡിയാസിനായിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിയാസിനായിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ബയർ തന്നെയാണ്. ഡിയാസ് എന്തായാലും ലീവ് ചെയ്യും. അങ്ങനെ ലീവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് റോഡ്രിഗോ വരാൻ ചാൻസ് ഉണ്ട് ലിവർപൂളിലേക്ക്. പിന്നെ ലിവർപൂളിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു വേറൊരു ട്രാൻസ്ഫർ ന്യൂസാണ്. അതായത് ഇസാക്കാണ്. ഇസാക്കിനെ നമുക്കറിയാം ഇതിനു മുന്നേ തന്നെ, അതായത് ഇസാക്ക് ന്യൂ കാസ്റ്റലിനോട് പറഞ്ഞു ഈ ഒരു ക്ലബിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിന് മുന്നേ തന്നെ ഈ ഒരു ഇൻട്രസ്റ്റ്, അതായത് ലിവർപൂളിന് ഇസാക്കിനായിട്ടുള്ള ഈ ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനുശേഷമാണ് ഇസാക്ക് ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു ന്യൂ കാസ്റ്റലിനോട് അദ്ദേഹം ലീവ് ചെയ്യുകയാണെന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരു സൗദിയിൽ നിന്ന് വലിയൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഇസാക്കിനെ സംബന്ധിച്ചിടത്തോളം. അതുവരെ നിരസിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇസാക്കിൻ്റെ ആ ഒരു ഡ്രീം എന്ന് പറയുന്നത് ലിവർപൂൾ തന്നെയാകും. പക്ഷേ
ഈ ഒരു ന്യൂ കാസ്റ്റിൽ ഈ ഒരു ഇസാക്കിന് വേണ്ടി ആസ്ക് ചെയ്യണ എമൗണ്ട് എന്ന് പറയുന്നത് കേട്ടാൽ അമ്പരപ്പും അത്രയൊന്നും ഇല്ല, ആ ഒരു എമൗണ്ടിനുള്ള പ്ലെയറൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ചിലപ്പോൾ ഈ ലിവർപൂൾ കൊണ്ടുവരും, കാരണം ലിവർപൂളിൻ്റെ അടുത്ത് നല്ല പൈസ ഇറക്കാനുള്ള മാതിരിക്കാണ് തോന്നുന്നത്. പക്ഷേ എന്തായാലും ഒന്നും കൂടി വെയിറ്റ് ചെയ്തിട്ട്, അതായത് എന്തായാലും ഇസാക്ക് ലീവ് ചെയ്യും, അത് ഫ്രീ ഏജന്റ് ആയിക്കാണ്ട് ലീവ് ചെയ്യണേക്കാട്ടിലും വെച്ച് എന്തുകൊണ്ടും ട്രാൻസ്ഫർ ന്യൂസ് കിട്ടിയാണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയാണ്ട് ലീവ് ചെയ്യണാവും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ കാസ്റ്റിലാവും. പണ്ടത്തെ ന്യൂ കാസ്റ്റിലാണെങ്കിൽ എപ്പോഴോ ലിവർപൂളിന് ആ ഒരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ന്യൂ കാസ്റ്റിൽ വേറെയാണ്, നമുക്കറിയാം ആ ഒരു ഇതിൽ. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് എമിലിയാനോ മാർട്ടിനസിനെ കുറിച്ചിട്ടാണ്. ആസ്റ്റൺ വില്ലന്റെ ഗോൾ കീപ്പറാണ്, അർജന്റീനന്റെ ഗോൾ കീപ്പറാണ്, ആ ഒരു വേൾഡ് കപ്പിൽ നല്ല പെർഫോമൻസ് നടത്തിയ ഗോൾ കീപ്പറാണ്. അതന്നെ ആ ഒരു ഗോൾ കീപ്പർ തന്നെ ഈ ഒരു ഗോൾ കീപ്പർ അല്ലെങ്കിൽ എമിലിയാനോ മാർട്ടിനസിന് വേണ്ടിയാണ്ട് ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ബിഡ് മുന്നോട്ട് വെച്ചു, അതായത് ഒരു ലോൺ മൂവ് മുന്നോട്ട് വെച്ചു. അത് എന്തായാലും ആസ്റ്റൺ വില്ല റിജക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു യുണൈറ്റഡിന് എന്തായാലും ഈ ഒരു എമിലിയാനോ മാർട്ടിനസിൽ കമ്പണ്ട് എന്തായാലും ആ ഒരു സൈനിങ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫീ എമൗണ്ട് കൊടുത്തുകൊണ്ട് ഒരു സൈനിങ് നടക്കാനൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പം അതെന്താവും നമുക്ക് കണ്ടറിയാം. ഇനി നമുക്ക് പറയാനുള്ള ന്യൂസ് മറ്റൊരു അർജന്റീനിയൻ താരത്തിനെ കുറിച്ചിട്ട് തന്നെയാണ്, റോഡ്രിഗോ ഡിപ്പോളാണ്. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡിൽ 2-3 വർഷം കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു വേൾഡ് കപ്പ് വിന്നറൊക്കെ ആയിട്ടുള്ള ഈ ഒരു ഡിപ്പോള് മെസ്സിന്റെ ടീമായിട്ടുള്ള ഇന്റർ മിയാമിയിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മൂവാണ് ഈ ഒരു ഡിപ്പോളിന്റെ മൂവ്. പക്ഷേ ആ ഒരു റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് ഞാനത് ഫേക്കാവും വിചാരിച്ചു. പിന്നെ മെസ്സിന്റെ കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ അത് നടക്കാനും ചാൻസ് ഉണ്ട്, കാരണം ഡിപ്പോളും മെസ്സിയിലെ ആ ഒരു ഇത് അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്റർ മിയാമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സൈനിങ് ആണ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിന് ഈ ഒരു ഗ്യാപ്പ് നികത്താൻ കുറച്ചും പാട് വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ബെറ്റർ പ്ലെയർ ആയിരുന്നു ഈ ഡിപ്പോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് വേറൊരു സൈനിങ് ആണ്. അത് വേറെ ഒന്നുമല്ല, ഗ്യോക്കോറസിന്റെ സൈനിങ് ആണ്. ഈ ഒരു വിക്ടർ ഗ്യോക്കോറസ് ആർസണലിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം. പക്ഷേ ഈ ഒരു ആർസണലിന് ഈ ഒരു പ്ലെയറിനെ കിട്ടിയ ഒരു എമൗണ്ട് അറിയുമ്പം ഈ ഒരു ന്യൂ കാസ്റ്റിൽ ഈ ഒരു ഇസാക്കിനെ ആസ്ക് ചെയ്യുന്ന പ്രൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ കുറഞ്ഞ റേഞ്ചിലാണ് ആ ഒരു പ്ലെയറിനെ ഈ ഒരു ആർസണൽ നേടിയെടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇസാക്കിൻ്റെ അത്ര ബെറ്റർ ആണെന്ന് അറിയില്ല, പക്ഷേ പോർച്ചുഗീസ് ലീഗിൽ ആ ഒരു കളി വെച്ച് നോക്കുമ്പോൾ ഇസാക്കിൻ്റെ കാട്ടിലും ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയും. പക്ഷേ കഴിഞ്ഞ സീസണിൽ ഇസാക്ക് പ്രീമിയർ ലീഗ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിവർപൂളിനെതിരെ തന്നെ നല്ലൊരു മിന്നും പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഞാൻ ആ രണ്ട് പ്ലെയറിനെയും കമ്പയർ ചെയ്യല്ല. പക്ഷേ ഈ ഒരു ആർസണലിന്റെ സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ട്രൈക്കർ വന്ന ഒരു പക്ഷേ കൂടുതൽ പോയിന്റ്സ് വിൻ ചെയ്യാൻ കഴിയും. അടുത്ത സീസണിൽ ചിലപ്പോൾ അവിടെ ഒരു പ്രീമിയർ ലീഗ് എത്താൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2ാം സ്ഥാനത്തിന് വേണ്ടി തന്നെയാവും പൊരുതുക. അതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ആർസണലിനെ സംബന്ധിച്ചിടത്തോളം 10 ഔട്ട് ഓഫ് 10 സൈനിങ് ആണ് ഗ്യോക്കോറസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നല്ലൊരു മികച്ചൊരു സൈനിങ് ആണ്. അത് ഇപ്പോൾ ആർസണൽ തന്നെ ഒഫീഷ്യലായിങ്ങാണ്ട് ഈ ഒരു സംഭവം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗ്യോക്കോറസ് ടു ആർസണൽ എന്നുള്ളത്. ഹെർവിഗോ മാത്രമല്ല ഒഫീഷ്യലായിങ്ങാണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ട്രാൻസ്ഫർ ന്യൂസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്, അല്ലാന്നുണ്ടെങ്കിൽ നടക്കാൻ ചാൻസ് ഉള്ളത് ഏതാണെന്നൊക്കെ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.